Hi everyone, I am Abhishita Rashid from Core Micron. Welcome back to Simple Step to Software World Series 2. Simple Step to Software World സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളായിരുന്നു അല്ലേ. എന്താണ് പ്രോഗ്രാമിങ്, എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്, അതുപോലെ തന്നെ എന്താണ് വെബ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്താണ്, ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് എന്താണ്, ജസ്റ്റ് ബേസിക് കാര്യങ്ങളായിരുന്നു. HTML, CSS, JavaScript എന്നിവയെക്കുറിച്ച് ഒരു ബേസിക് കാര്യങ്ങളായിരുന്നു. സോ സീരീസ് 2 മുതൽ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു ഫസ്റ്റ് ടൈം ആണ് ഒരു പ്രോഗ്രാമിംഗ് ഫീൽഡിലോട്ട് വരുന്നതെങ്കിൽ നിങ്ങളെപ്പോഴും ഫ്രണ്ട് എൻഡ് ഡിസൈൻ പഠിച്ച ശേഷം ഡെവലപ്മെൻറ്റ് പാർട്ടിലോട്ട് പോവുക. ഡിസൈൻ പഠിച്ച ശേഷം ഡെവലപ്മെൻറ്റ് പാർട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് സൈഡിലോട്ട് പോകുന്നതിനെക്കാട്ടും ബെറ്റർ ആണ് ഡിസൈൻ പഠിച്ച ശേഷം പ്രോഗ്രാമിങ്ങിലോട്ട് പോകുന്നത്. ഡെവലപ്മെൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് ആണ്. ഡിസൈനിങ് എന്ന് പറയുമ്പോൾ അതിൽ ജസ്റ്റ് വെബ്സൈറ്റ് അല്ലെങ്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അതൊന്നുകൂടെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സുഖമായിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് ഡിസൈനിങ് ആണ്, ദെൻ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ഫൈനലി ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സിൽ ഫ്രണ്ട് എൻഡ് ഡിസൈനിങ്ങും ഡെവലപ്മെൻറ്റും ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് തന്നെ പഠിക്കാം. ആദ്യം വെബ് ഡിസൈനിങ് എന്താ, ദെൻ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്താ, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു തുടങ്ങാം. അതിൽ വെബ് ഡിസൈനിൽ വരുന്ന ടോപ്പിക്കുകളാണ് HTML, CSS, ബൂട്ട്സ്ട്രാപ്പ്, CSS Flux. അത് ഓരോ പാർട്ടുകളായിട്ട് സീരീസ് 2 നമ്മൾ പഠിക്കും. സീരീസ് 2 ഫസ്റ്റ് പാർട്ടിൽ HTML എന്താണെന്ന് കവർ ചെയ്യും, പാർട്ട് 2 CSS എന്താണെന്ന് കവർ ചെയ്യും, പാർട്ട് 3 ബൂട്ട്സ്ട്രാപ്പ് എന്താണെന്ന് കവർ ചെയ്യും, പാർട്ട് 4 CSS Flux എന്താണെന്ന് കവർ ചെയ്യാം. ദെൻ നമ്മളൊരു കംപ്ലീറ്റ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ HTML എന്താ, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, അതുപോലെ അതിൽ നമ്മളൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ പ്രൊജക്റ്റ് ചെയ്യും. ദെൻ നമുക്ക് 1-2 പ്രൊജക്റ്റുകളും കൂടി കവർ ചെയ്യാം. ദെൻ CSSൽ അടുത്ത പാർട്ട് CSS പഠിക്കും, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം. ദെൻ ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് വെബ് പേജുകളും വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം. CSS Flux എന്താണെന്നുള്ളത് ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാം. ഇങ്ങനെ 1 by 1 ആയിട്ട് ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ആണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് പഠിച്ച ശേഷം നമുക്ക് മെല്ലെ ബാക്കെൻഡിലോട്ട് കിടക്കാം. അവിടെ നമ്മൾ പ്രിഫർ ചെയ്യുക ഏത് ലാംഗ്വേജ് വേണമെന്നുള്ളത്. PHP വേണമെങ്കിൽ PHP എടുക്കുക, പൈത്തൺ വേണമെങ്കിൽ പൈത്തൺ എടുക്കുക, അതല്ല മേൺ സ്റ്റാക്ക് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ ഫ്രണ്ട് എൻഡ് ഡിസൈനിൽ HTML, CSS, ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രെയിംവർക്കായ റിയാക്റ്റിനും ഫ്രണ്ട് എൻഡ് ഡിസൈനിങ് പഠിക്കാം കേട്ടോ. അത് നമ്മൾ മെല്ലെ ആദ്യം ഇത് പഠിച്ച ശേഷം നമുക്ക് പിന്നീട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവരും റിയാക്ട് ജേസും ആംഗുലർ ജേസ് ഒക്കെയാണ് പഠിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് കോഡ് എഴുതാനും ഒന്നുകൂടെ നല്ല രീതിയിൽ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനും റിയാക്ട് ജേസിൽ പറ്റും. ഇത് കംപ്ലീറ്റ് വേറൊരു പാർട്ടാണ്, നമുക്ക് മെല്ലെ പഠിക്കാം. ആദ്യം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ഇൻസ്റ്റാളേഷനാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു സെർവറാണ്, ഒരു ലോക്കൽ സെർവറാണ്. നമ്മൾ ചെയ്യുന്ന വെബ് പേജുകൾ നമ്മൾക്ക് ഒന്ന് റൺ ചെയ്ത് കാണാൻ ഒരു സെർവർ വേണമല്ലോ. അതിന് ഫസ്റ്റ് നമ്മൾ സാമ്പ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സാമ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. സാമ്പ് ഒരു ഫ്രീ സോഴ്സ് സെർവറാണ്, നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സാമ്പ് എന്ന് അടിച്ചെടുത്താൽ മതി. എക്സാം ഇതിൽ ഡൗൺലോഡിൽ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യാം, ഫസ്റ്റത്തെ ലിങ്ക്. അതിൽ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി എൻ്റെ ലാപ്പിൽ സാമ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാമ്പ് കൺട്രോൾ പാനൽ. അപ്പോൾ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഇതിൽ ചോദിക്കും, ജസ്റ്റ് ഈ ട്വീറ്റ് അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡൗൺലോഡ് ആകും. അവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യണം. ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കുകയാണ്. ദെൻ എടുത്താൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു കൺട്രോൾ പാനൽ വരിക. ദെൻ നമ്മളെപ്പോഴും ഒരു പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, സെർവർ ഓൺ ആക്കിയിടാം. അപ്പോൾ ഫസ്റ്റ് ഈ സാമ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അപ്പാച്ചി ഉണ്ട്, MySQL ഓൺ ആക്കി വെക്കാം. ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ദെൻ ഒന്ന് മിനിമൈസ് ചെയ്തിടാം. അപ്പോൾ സാമ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഴ്സ് ഓപ്പൺ സെർവറാണ്. അതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. MySQL, അപ്പാച്ചെ ഒക്കെയുള്ളൊരു പാക്കേജാണത്. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടിടാം. മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു കോഡ് എഡിറ്ററാണ്. നമുക്കറിയാം നമ്മൾ കോഡ് എഴുതാൻ ഒരു പ്ലാറ്റ്ഫോം വേണമല്ലോ.
അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് VS കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് എഡിറ്ററാണ്. നമുക്ക് നോട്ട് പാഡിലൊക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ VS കോഡ് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ്, അതിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ VS കോഡ് ഓൾറെഡി ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് VS കോഡ് അടിച്ചാൽ തന്നെ വരുന്നുണ്ട്. ഫസ്റ്റ് ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഇതിൽ പല വേർഷൻസ് ഉണ്ട്, വിൻഡോസിൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ വിൻഡോസിൻ്റെ ക്ലിക്ക് ചെയ്യാം. VS കോഡ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്യുന്നുണ്ട്, കാരണം ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെ വരും. ദെൻ നേരെ നിങ്ങൾ ഓക്കെ അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. എല്ലാം ടിക്ക് ചെയ്തിട്ട് എവിടെയാണോ ഏത് ഫോൾഡറിലാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ ഡൗൺലോഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ VS കോഡ് ഇങ്ങനെ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്താൽ വരിക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഓൺ ആയിട്ട് വരും. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം എഴുതി തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെ ഫയലിൽ ന്യൂ പ്രോഗ്രാമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ആണ്. HTML നമുക്ക് ഫസ്റ്റ് ആദ്യം നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യാം. അപ്പോൾ ആദ്യം അങ്ങനെ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ദിസ് പീസിൽ പോയിട്ട് ഇവിടെ നമ്മുടെ ഏസർ സീലാണ് സാമ്പിൾ ഉള്ളതിൻ്റെ. അത് ഞാൻ കൊടുത്തിരിക്കുന്നത് സീലാണ് കേട്ടോ. നിങ്ങളവിടെ ചോദിക്കുക ഏതിലാണ് കൊടുക്കേണ്ടത്, അവിടെ നിങ്ങൾ കറക്റ്റ് അവിടെ കൊടുക്കുക. ആ സീല് സാമ്പിൾ ഡൗൺലോഡ് ചെയ്തത് സീലാണ് വരുന്നത്. സാമ്പിൾ ഇതിൽ HD docs എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, ഇത് ഓപ്പൺ ചെയ്യാം. HD docsൽ ഒരുപാട് നമ്മുടെ ഫോൾഡർ ഞാൻ ഓൾറെഡി ചെയ്ത ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഈ പ്രൊജക്റ്റിൽ ഇവിടെയാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ ന്യൂ ഫോൾഡറിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ അടിയിൽ വരുന്നു HTML പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഒരു HTML പ്രൊജക്റ്റ് എന്നുള്ള ഒരു ഫോൾഡർ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇതെന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യാം. വീണ്ടും നമുക്ക് VS കോഡിലോട്ട് വരാം. VS കോഡ് ഓപ്പൺ ചെയ്തു. ദെൻ ഫയലിൽ ആ ഫോൾഡർ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. ദെൻ എവിടെയായിരുന്നു, സീലായിരുന്നു. സീല് എവിടെയാണ്, സാമ്പിൾ. സീലാണ് എൻ്റെ സാമ്പിൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് സീല് സാമ്പിൾ. സാമ്പിൻ്റെ ഉള്ളിൽ HD docs എന്ന് ഒരുപാട് ഫയൽസ് ഉണ്ട്. അതിൽ HD docs എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരുപാട് ഫയൽസ് ഉണ്ടാകും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഉണ്ടായിരിക്കും. HTML പ്രൊജക്റ്റ് എന്നുള്ളൊരു ഫയലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാം. HTML പ്രൊജക്റ്റേഴ്സ് ഇവിടെ വന്നു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഫോൾഡർ. HTML പ്രൊജക്റ്റ് എന്നുള്ളൊരു ഫോൾഡർ ഇവിടെ വന്നു, കണ്ടോ, HTML പ്രൊജക്റ്റ്. ദെൻ നമ്മൾ ഫസ്റ്റ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത. ആദ്യമായിട്ട് ഇവിടെ കാണാം, ഇവിടെ ഈ ഒരു ഹാൻഡിൻ്റെ ചിഹ്നം കണ്ടോ, കൈ വെച്ചാൽ ഇവിടെ ന്യൂ ഫയൽ എന്ന് കാണാം. ഇവിടെ എന്താണ്, ന്യൂ ഫോൾഡറാണ്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് ന്യൂ ഫയലാണ്. അപ്പോൾ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് ഞാനൊരു index1.html, നമ്മൾ HTML എല്ലാം സേവ് ചെയ്യേണ്ടത് .html ആണ്, പ്രത്യേകം മറക്കരുത്. HTML ഫയൽ എപ്പോഴും .html സേവ് ചെയ്യാം. സോ നമുക്ക് index1.html എന്നുള്ളൊരു ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. ഫസ്റ്റ് HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഒരു ടാഗുകൾ വെച്ചിട്ടാണ് നമ്മൾ HTML ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് HTML എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് അല്ല, അതിൽ ടാഗ്സുകൾ വെച്ചിട്ട് നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം. CSSും അങ്ങനെ തന്നെ ഓരോ ടാഗുകൾ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് HTML ടാഗാണ്. HTML ടാഗ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ ടാഗിനും ഒരു ക്ലോസിംഗ് ടാഗും അതിൻ്റെ കൂടെ ഉണ്ടാകും. ചിലതിന് ക്ലോസിംഗ് ടാഗ് ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് VS കോഡിൽ നമ്മൾ എഴുതുമ്പോൾ HTML എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ എന്തായിരിക്കും, അവിടെ ടാഗ് വരും. HTML അടിച്ചു കൊടുത്താൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്ലോസിംഗ് ടാഗും വരും. ഓക്കെ, അപ്പോൾ HTML ഫസ്റ്റ് ഓപ്പൺ ചെയ്തു. ഇത് നമ്മൾ എന്താ ഓപ്പൺ ചെയ്യേണ്ടത്, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ
ടൈറ്റിൽ ഫസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് അടിച്ചെടുത്താൽ തന്നെ വരും കേട്ടോ. ടൈറ്റിൽ നിന്ന് വരും. അപ്പോൾ എൻ്റർ കൊടുത്താൽ മതി. ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് വരും. ടൈറ്റിൽ നമ്മൾ എന്താണെന്ന് കൊടുക്കുക. ജസ്റ്റ് ഞാൻ കോർ മൈക്രോൺ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്തേ. ദെൻ ടൈറ്റിൽ ടാഗ് അപ്പം തന്നെ അവിടെ തന്നെ ക്ലോസ് ചെയ്തു. ഹെഡ് ടാഗും അവിടെ ക്ലോസ് ചെയ്തു. ഇനി ഹെഡ് ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ബോഡി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ബോഡിയാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാം എഴുതുന്നത്. ഇപ്പോൾ നമ്മുടെ ശരീരം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് തല ഉണ്ടാകും, പിന്നെ ബോഡിയിലെ. അപ്പോൾ നമ്മുടെ അധിക പാർട്ട് വരുന്നത് ബോഡിയിലാണ്. അതേപോലെ തന്നെ നമ്മളൊരു വെബ് പേജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സ്ട്രക്ചറും എല്ലാം കണ്ടൻറ്റ് എഴുതുന്നത് ഈ ബോഡിയുടെ ഉള്ളിലാണ്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബോഡിയുടെ ഉള്ളിലാണ് നമ്മൾ കണ്ടൻറ്റുകൾ എഴുതുന്നത്. അപ്പോൾ HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ കൊടുത്ത ശേഷം ഹെഡ് അവിടെ തന്നെ ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫസ്റ്റ് നമുക്കൊരു ഹെഡിങ് എഴുതാം. H1 എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് അതിൻ്റെ കൂടെ വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇത് നിൽക്കണമെന്നുണ്ട്, ഈ ലൈന് നിൽക്കണം അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതണേ. അപ്പോൾ H1ൻ്റെ ഉള്ളിലൊന്നും കൊണ്ടുപോയി എഴുതരുത്. അപ്പോൾ അത് അവിടെ എന്തായിരിക്കും, എററായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പേസ് ഇട്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടൻറ്റ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് കൊടുക്കുക, ഒരു ഹെഡിങ് കോർ മൈക്രോൺ എൻ്റർ പ്രൈസസ് LLP IT കമ്പനി, ഒരു ഹെഡിങ് കൊടുത്തു. ദെൻ സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഫയലിൽ സേവ് എന്ന് അടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കീബോർഡിൽ Ctrl+S ഒരുമിച്ച് അടിച്ചാൽ സേവ് ആവും. അപ്പോൾ നമ്മളെപ്പോഴും കീബോർഡ് യൂസ് ചെയ്ത് ശീലിക്കുക. Ctrl+S അടിച്ചാൽ സേവായി. നമ്മൾ വെബ് വെബ് പേജിൽ പോയി നോക്കുക, അതൊന്ന് റൺ ചെയ്ത് നോക്കുക. സാമ്പ് നമ്മൾ ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. സാമ്പ് ഓൺ ആക്കിയാലേ നമ്മൾ സെർവർ റൺ ആവുള്ളൂ. സാമ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ റൺ ചെയ്യൽ എങ്ങനെയാണ്, ലോക്കൽ ഹോസ്റ്റ് സ്മോൾ ലെറ്റർ അടിക്കണേ, ലോക്കൽ ഹോസ്റ്റ് / നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ പേര്. എന്താണ് പ്രൊജക്റ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത്, HTML പ്രൊജക്റ്റ് എന്നാണ്. അതിൽ പ്രൊജക്റ്റിൻ്റെ പേര് എന്താ, index1. അപ്പോൾ അത് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. ഈ HTML ഓൾറെഡി റൺ ചെയ്തതുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത്. പ്രൊജക്റ്റ് / എന്താണ് ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ പേര്, index1.html. ഇത് കറക്റ്റ് തന്നെ കൊടുക്കുക. HTML പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ index1.html എന്നുള്ള ഫയലാണ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ / ഇതൊക്കെ കറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക. എൻ്റർ അടിക്കുക. നമുക്ക് കോർ മൈക്രോൺ എൻ്റർപ്രൈസസ് LLP എന്നുള്ള അതവിടെ വന്നു. ഓക്കെ, ഹെഡിങ് വന്ന് കണ്ടോ. ഇനി ഈ ഹെഡിങ് നമുക്കൊന്ന് ചെറുതാക്കണം. അപ്പോൾ H1 ടാഗിൽ നമുക്ക് H2 ടാഗ് ഉണ്ട്. H2 ടാഗ് നോക്കി, H2 ടാഗിൽ ജസ്റ്റ് കോർ മൈക്രോൺ, അതുപോലെ H3 ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ആണ്, അത് നോക്കണേ. ക്യാപിറ്റൽ ലെറ്റർ അല്ല, എപ്പോഴും ടാഗുകൾ സ്മോൾ ലെറ്റർ ആണ്. H3 അതിൻ്റെ ഉള്ളിൽ നമുക്ക് കോർ മൈക്രോൺ, H4 കോർ മൈക്രോൺ, H5 H6 അല്ല, H1 മുതൽ H6 വരെ. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. നമുക്ക് വലിയ ഹെഡിങ് ആണ് വേണ്ടതെങ്കിൽ കോർ മൈക്രോൺ H1 കൊടുക്കുക. H2 കുറച്ചുകൂടെ ചെറുത്, H3 ആണ്. ഇങ്ങനെ H6 ആണ് ഏറ്റവും ചെറുതിലാണ് നമുക്ക് ഹെഡിങ് ആവശ്യമുണ്ടെങ്കിൽ തരാം. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഹെഡിങ് ടാഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പാരഗ്രാഫ് എഴുതണം. നമ്മൾ ഇതാ ടാഗ് P, പാരഗ്രാഫിൻ്റെ P സ്മോൾ ലെറ്റർ ആണ്. P ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അവിടെ തന്നെ ക്ലോസിംഗ് ടാഗ് വന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാരഗ്രാഫ് കൊടുക്കുക. എന്തെങ്കിലും പാരഗ്രാഫ്. ഇപ്പോൾ എനിക്കൊരു കോർ മൈക്രോണിനെ കുറിച്ചൊരു സെൻറ്റൻസ് വേണം. ജസ്റ്റ് നമുക്കൊന്ന് കോർ മൈക്രോൺ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഒരു ഹെഡിങ് Ctrl+S
ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആ പാരഗ്രാഫ് അവിടെ വന്നത് കണ്ടോ, കോർ മൈക്രോനെ കുറിച്ച് ഇതൊരു പാരഗ്രാഫ് അവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പാരഗ്രാഫിൽ താഴെ വേണം. ഇപ്പോൾ ഈ കോർ മൈക്രോ എൻ്റർപ്രൈസസ് അല്ലെ, ഇപ്പോൾ ഈ ലീഡിങ് IT കമ്പനിയിലൊക്കെ ആയിട്ട് എനിക്ക് കോട്ടക്കൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സെൻറ്റൻസ് എനിക്ക് താഴത്തേക്കാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യണേ നമ്മൾ ഈ കോട്ടക്കൽ കഴിഞ്ഞിട്ട് ഒരു BR ടാഗ് ഇട്ട് കൊടുക്കുക. ഏതാണ് ടാഗ്? BR. ഈ BR ടാഗിന് ഒരു പ്രത്യേകത ഉണ്ട് കണ്ടോ. BR ടാഗ് എടുത്ത് എഴുതിയപ്പോൾ അവിടെ ക്ലോസിംഗ് ടാഗ് വന്നില്ല. അപ്പോൾ BR ടാഗിന് എന്തില്ല? ക്ലോസിംഗ് ടാഗ് ഇല്ല. അപ്പോൾ ചില ടാഗ്സിന് ക്ലോസിംഗ് ടാഗ് ഇല്ല, അത് നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ BR ടാഗ് എടുത്തു. എന്താണ് ഡിഫറൻസ് വന്നത്? ആ കോട്ടക്കൽ കഴിഞ്ഞിട്ട് ആ സെൻറ്റൻസ് താഴത്തോട്ട് പോയി. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ BR ടാഗ് ഇട്ട് കൊടുക്കാം. ഇനി ഈ BRൻ്റെ പകരം നമ്മൾ HR ടാഗ് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ എന്താണ് ഡിഫറൻസ്? HR ടാഗ് ഇട്ട് കൊടുത്താൽ ഒരു ലൈന് വന്നിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയും ചില ബില്ലുകളിലൊക്കെ കണ്ടിട്ടില്ല, ഓരോ ലൈന് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മളവിടെ എന്താ ചെയ്യുക? HR ടാഗ് ആണ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ BR ആണോ HR ആണോ വേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, BR ടാഗ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി. അപ്പോൾ ഇത്രയാണ് പാരഗ്രാഫിന് ഇതുള്ളത്. ഇനി നമുക്ക് എന്താ പഠിക്കുക? അതിൽ ഹെഡിങ് പഠിച്ചു, പാരഗ്രാഫ് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത്, എനിക്ക് ഈ കോർ മൈക്രോ എൻ്റർപ്രൈസസ് LLP മാത്രം എനിക്കൊന്ന് ഒരു ബോൾഡായി കാണിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ സ്ട്രോങ് എന്നുള്ളൊരു ടാഗ്, സ്ട്രോങ്, അതിൻ്റെ ക്ലോസിംഗ് ടാഗും വരെ. ക്ലോസിംഗ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യരുത്. കോർ മൈക്രോൺ എൻ്റർപ്രൈസസ് LLP എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കൊടുത്ത ശേഷം ക്ലോസ് ചെയ്യാം. എന്നിട്ടതൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോർ മൈക്രോൺ എൻ്റർപ്രൈസ് LLP മാത്രം എന്തായി? ഒരു ബോൾഡായിട്ട് കാണിച്ചു. ദെൻ സ്ട്രോങ് അങ്ങനെ കാണിച്ചല്ലോ. ഇനി ഇതിന് എനിക്ക് എന്ത് വേണം? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ബോൾഡ് B കൊടുത്തു നോക്കാം. B ടാഗ്. കണ്ട, സെയിം തന്നെയാണ്. B ടാഗും കൊടുക്കാം ബോൾഡിന്, അതുപോലെ സ്ട്രോങ് ടാഗും നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ദെൻ എന്താണ്, നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ P കഴിഞ്ഞിട്ട് ഒരു ടേബിൾ ഓപ്പൺ ചെയ്യാം. ടേബിൾ എന്നുള്ളൊരു ഇത് ടാഗ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ക്ലോസിംഗ് ടാഗ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടേബിളിൻ്റെ T ഹെഡ്, ടേബിളിന് ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, അതുപോലെ T ഹെഡ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് T ബോഡി, ടേബിളിൻ്റെ ബോഡി ഓപ്പൺ ചെയ്തു. അപ്പോൾ HTML ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം ടേബിൾ, T ഹെഡ്, T ബോഡി. ഈ T ബോഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് നമുക്കറിയാം, ഒരു ടേബിളിൽ ഫസ്റ്റ് എങ്ങനെയാണ്? ഒരു റോസ് ഉണ്ടാകും, കോളംസ് ഉണ്ടാകും. റോ എന്ന് പറയുന്നത് നേരെ വെർട്ടിക്കൽ, കോളം എന്ന് പറയുന്നത് ഓരോ കോളം. അത് ആദ്യം നമ്മൾ ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് അതിൽ ഓരോ കോളംസ് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് TR എന്നുള്ള റോ, TR ആണ് റോക്ക് ഓപ്പൺ ചെയ്യുക. TR ഓപ്പൺ ചെയ്യുക, ക്ലോസിംഗ് ടാഗ് അപ്പം തന്നെ വന്നു TRൻ്റെ ഉള്ളിൽ തന്നെ. ഈ TRൻ്റെ ക്ലോസിംഗ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക? TH എന്ന് പറയുന്നത് കോളംസ് ആഡ് ചെയ്യാണ്. ഫസ്റ്റത്തെ ഹെഡിങ് THന് നമ്മൾ എന്ത് കൊടുത്തു? നെയിം എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഫസ്റ്റ് കോളത്തിൽ നെയിം, രണ്ടാമത്തെ കോളത്തിൽ ഏജ് കൊടുക്കാം. TH ഏജ്. അടുത്തതിൽ എന്ത് കൊടുക്കാം? THൽ പൊസിഷൻ കൊടുക്കാം. അടുത്തതിൽ എന്ത് കൊടുക്കാം? സാലറി കൊടുക്കാം. അപ്പോൾ ഓരോ കോളം നമ്മൾ എന്താക്കി? ഒരു റോ തന്നെ നമ്മൾ 4 കോളം ഉണ്ടാക്കി. കണ്ടോ, 1 2 3 4 കോളം TH നമ്മൾ ഈ ഒരൊറ്റ റോയിൽ കണ്ടു. ഇതൊന്നും നമുക്കൊന്ന് റൺ ചെയ്തൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ട. നെയിം, ഏജ്, പൊസിഷൻ, സാലറി 4 ഒരു കോളം ഒറ്റ റോയിലുണ്ടാക്കി. പക്ഷെ ഇവിടെ എന്താ ടേബിളായിട്ടൊന്നും അലൈൻമെൻറ്റ് ചെയ്യുന്നിട്ടില്ല. കാരണം എന്താണ്? നമ്മളിവിടെ ജസ്റ്റ് സ്ട്രക്ചർ
ഒരു കണ്ടന്റ് മാത്രമാണ് HTML കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു CSS എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ് വെച്ചിട്ടാണ് ഓരോന്നിനും ഓരോ അലൈൻമെൻറ്റ് കാര്യങ്ങളും ഓരോ സ്ട്രക്ചർ കൊടുക്കുന്നത്. അതായത് ഈ ബോർഡർ വരണം, ഇത്ര കട്ടിയിൽ ബോർഡർ വേണം, അതിൽ ഉള്ളിൽ ഇങ്ങനത്തെ കളർ കൊടുക്കണം എന്നുള്ളതൊക്കെ കൊടുക്കണം. നമ്മൾ CSS കൊടുക്കണം. അപ്പോൾ HTML കൂടെ തന്നെ ഞാൻ കുറച്ച് CSS നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ പെട്ടെന്ന് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫസ്റ്റ് വന്നു. എന്നിട്ട് ഇനി നമുക്ക് ഇതിലൊന്ന് ഡാറ്റ കൊടുക്കാം. ഡാറ്റ കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എങ്ങനെയാണ് ടാബിളിൻ്റെ സ്ട്രക്ചർ ആവുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് TR കഴിഞ്ഞു, ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത റോയിൽ ക്യാപിറ്റൽ അല്ലേ സ്മോള്, അടുത്ത റോ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത റോയിൽ നമ്മൾ TD ആണ് ഓപ്പൺ ചെയ്തത്. ഡാറ്റ കൊടുക്കുക TD. മറ്റേ ഹെഡിങ് ആയിരുന്നു TH എന്ന് പറയുന്നത്. ഈ ഹെഡിങ്ങിൽ ഓരോ ഡാറ്റകൾ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഡാറ്റ നെയിമിന് എന്താ കൊടുക്കുക, ഫസ്റ്റ് ഒരു പേര് രാജു, ഒരു പേര് കൊടുക്കാം. അടുത്തത് എന്താണ്, അടുത്ത ഡാറ്റ TD. അടുത്ത ഡാറ്റ എന്ന് പറയുന്നത് ഏജ് ആണ്, രാജുവിൻ്റെ ഏജ് ഒരു 25. അടുത്ത ഡാറ്റ TD, രാജുവിൻ്റെ പൊസിഷൻ എന്താണ്, ഒരു വെബ് ഡെവലപ്പറാണ് രാജു. ദെൻ അടുത്തത് എന്താണ്, രാജുവിൻ്റെ സാലറി ഒരു 20,000 സാലറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റ നെയിം, ഈ ഡാറ്റ നമ്മൾ അടുത്ത റോയിൽ കൊടുത്തു. ഓക്കെ, ഈ റോ ഇവിടെ ക്ലോസ് ചെയ്യണേ, മറക്കരുത്. ദെൻ Ctrl+S അടിച്ച് നമ്മൾ സേവ് ചെയ്തു. എങ്ങനെ വരുന്നത്, ആ കറക്റ്റ് നെയിമിൻ്റെ താഴെ രാജു, ഏജ് 25, പൊസിഷൻ വെബ് ഡെവലപ്പർ, സാലറി ഇങ്ങനെ വന്നു. ഒരു ടാബിളിലെ കണ്ടന്റ് തന്നെ വന്നു. സെയിം നമ്മൾ ഒന്നുകൂടെ 2-3 കണ്ടന്റ് കൂടി ആഡ് ചെയ്യാം. വീണ്ടും ഒരു അടുത്ത റോ സ്റ്റാർട്ട് ചെയ്തു, TR സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ഡാറ്റ കൊടുക്കാം. ഫസ്റ്റ് ഡാറ്റ എന്താണ്, TD. രാജുവിൻ്റെ പകരം നെയിമിൽ നമുക്ക് എന്ത് കൊടുക്കാം, റീന കൊടുത്തു. റീനൻ്റെ ഏജ് ആണ് അടുത്തത്. റീനയുടെ ഏജ് എത്ര വരും, ഒരു 30 കൊടുക്കാം. റീനൻ്റെ പൊസിഷൻ എന്താണ്, ഒരു PHP ഡെവലപ്പറാണ് റീന. TD. അടുത്തത് റീനൻ്റെ സാലറി ഒരു 30,000. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. വീണ്ടും നമുക്ക് TR ക്ലോസ് ചെയ്ത TRൻ്റെ കഴിഞ്ഞിട്ട് അടുത്ത TR വീണ്ടും ഓപ്പൺ ചെയ്തു. TD ക്ലോസ് ഓപ്പൺ ചെയ്തു. രാഹുൽ, ഏജ്, TD ഓപ്പൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ, അതിൻ്റെ ഉള്ളിലാണ് ഏജ് എഴുതേണ്ടത്. ഏജ് അല്ല, ഏജ് എത്രയാണ് രാഹുലിൻ്റെ, 28. TD 28, പൈത്തൺ ഡെവലപ്പർ. TD സാലറി എത്ര വരും, ഒരു 35,000. ഇത്രയും കൊടുത്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് Ctrl+S അടിച്ച് സേവ് ചെയ്താൽ എന്താണ് വന്നു നോക്കാം. കണ്ടോ, ഇങ്ങനെ വന്നു. ദെൻ നമുക്കിതൊരു ടേബിളായിട്ട് എന്ത് ചെയ്യണം, അലൈൻമെൻറ്റ് കൊടുക്കണം. അതിനാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം CSS എന്ന് പറയുന്നത് കസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ നമുക്ക് CSS ആഡ് ചെയ്താലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടാബിളിൻ്റെ സ്ട്രക്ചർ വരുള്ളൂ. സോ നമുക്ക് CSS എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CSSൽ 3 തരത്തിൽ നമുക്ക് സ്റ്റൈൽ ചെയ്താൻ പറ്റും. ഒന്ന് ഇൻലൈന്, ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ. ഇങ്ങനെ 3 ഇൻലൈന് ഒന്ന്, രണ്ടാമത്തേത് ഇൻറ്റേർണൽ, ദെൻ എക്സ്റ്റേണൽ. ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലൈനിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലൈന്. ഇപ്പോൾ TR എന്നുള്ള ഒരു ലൈന് അതിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ചെയ്തതാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജുണ്ട്, ഇത് കംപ്ലീറ്റ് ഒരു വെബ് പേജാണ്. ഈ വെബ് പേജിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റൈൽ എഴുതിണ്ടാക്കുന്നതാണ് ഇൻറ്റേർണൽ സ്റ്റൈൽ. എക്സ്റ്റേണൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇവിടെ നമ്മളൊരു HTML ഫയൽ ഉണ്ടാക്കില്ല, അതേപോലെ ഒരു CSSന് ഫയൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ എഴുതുന്നതാണ് എന്ത്, എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പേജുമായിട്ട് അതൊരു കണക്ഷൻ ചെയ്യണം. അതിനൊരു ലിങ്ക് ആഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യലൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റൈൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻറ്റേർണൽ സ്റ്റൈലും ഇൻലൈൻ സ്റ്റൈലുമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇൻലൈൻ സ്റ്റൈൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ എടുക്കുക, ടേബിളിലെ ഈ ഫസ്റ്റ് ടാഗ് എടുക്കുക. അതിൽ ഈ ടേബിൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്പേസ് ഇടുക. ആ സ്പേസ് ഇട്ടിട്ട് സ്റ്റൈലിന് എഴുതാം, സ്റ്റൈൽ. അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡബിൾ കോട്ട് വരും. ഈ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എഴുതണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് എന്ത് ചെയ്യണം, ആ ടേബിളിന് ഒരു വിടുത്ത് കൊടുക്കണം. വിടുത്ത് എന്ന് കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഓട്ടോമാറ്റിക്കായി വരും. നമ്മൾ ജസ്റ്റ് എൻ്റർ എടുത്ത് കൊടുത്താൽ മതി. അപ്പോഴും അതിൽ ഒരു ഡബിൾ കോട്ട് വന്നു. അതിൻ്റെ ഉള്ളിൽ 100% വിടുത്ത് എനിക്ക് വേണം. ഇവിടെ എന്ത് ചെയ്യണം,
100% കൊടുത്തിട്ട് സെമി കോളം കൊടുത്തിട്ട് ഇത് എന്താണ് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ടാബിൾ ക്ലോസ് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് തന്നെ എഴുതണം, അല്ലെങ്കിൽ എന്താകും, എറർ വരും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് VS കോഡിൽ അത് കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അതിൽ തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ എനിക്ക് എന്ത് വേണം, ഒരു ബോർഡറും കൊടുക്കണം. ബോർഡർ എന്ന് കൊടുത്താൽ തന്നെ വരും. ഒരു 2px സോളിഡ് ബ്ലാക്ക്. സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയിൽ ബ്ലാക്ക് കളറിൽ എനിക്ക് വരണം എന്നുള്ള സോളിഡ് എന്ന് പറഞ്ഞത് അതാട്ടോ, കുറച്ച് ബോൾഡായിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് കൊടുത്താൽ കണ്ടോ, ഒരു ടാബിളിൻ്റെ ആ ഒരു വിടുത്തും കാര്യങ്ങളും വന്നത് കണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പക്ഷേ ലൈന് വന്നിട്ടില്ല, ഉള്ളിൽ ലൈൻസ് ഒന്നുമില്ല അല്ലേ. പുറത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു 1px സോളിഡ് ബ്ലാക്കിൽ ഒരു കളർ കൊടുത്തു. ഈ ബ്ലാക്കിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ബ്ലാക്കിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ട് കൊടുത്താൽ ഈ കളർ കോഡ് വരും. അവിടെ നമുക്ക് വേണമെങ്കിൽ റെഡ് കളർ കൊടുക്കാം. ഓക്കെ, റെഡ് കളർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റെഡ് കളറിലാക്കാം. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇത്ര എടുത്ത് വേണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 50% കൊടുത്താലും മതി. ഓക്കെ, 50% കൊടുത്താൽ ആ എടുത്ത് എന്തായോ ഒന്ന് പകുതിയായിട്ട് കുറഞ്ഞു. നമുക്ക് ഇത്ര വലുപ്പം മതി ടാബിളെങ്കിൽ ജസ്റ്റ് ഒന്ന് അത്ര കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഉള്ളിൽ ലൈൻസ് കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കുക, ഞാൻ ഈ ടി ഹെഡ് കഴിഞ്ഞിട്ട് ടി ബോഡിൻ്റെ മുന്നേ ടി ഹെഡ് കഴിഞ്ഞിട്ട് ബോഡി ഉണ്ടല്ലോ, ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്റ്റൈല് ഇതിപ്പോൾ ഇൻലൈൻ സ്റ്റൈലാണ്. ഇത് ഇൻലൈൻ, അതായത് ലൈനിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റൈൽ ചെയ്തുന്ന രീതിയാണ് ഇൻലൈൻ സ്റ്റൈൽ. ഇങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്താൽ പറ്റും. നെക്സ്റ്റ് ഇൻറ്റേർണൽ സ്റ്റൈൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റൈൽ എന്നുള്ളൊരു ടാഗ് ഓപ്പൺ ചെയ്യാം. അതിന് ക്ലോസിങ് ടാഗ് ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റൈൽ ചെയ്താൽ അതപ്പോൾ എഴുതി തുടങ്ങേണ്ടത് എവിടെയാണ്, ഈ ഹെഡിങ് ക്ലോസ് ചെയ്ത ശേഷമാണ് ഈ സ്റ്റൈൽ എഴുതി തുടങ്ങുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, എലമെൻറ്റ് ടാഗ് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഒരുപാട് എലമെൻറ്റ് ടാഗ്, അതുപോലെ ID സെലക്ടർ, ക്ലാസ് സെലക്ടർ, അങ്ങനെ കുറേ പാട്ടുണ്ട്. അതൊക്കെ CSSൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു സ്റ്റൈൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എലമെൻറ്റ് സെലക്ടർ എന്ന് വെച്ചൊരു സെലക്ടർ യൂസ് ചെയ്തിട്ടാണ് ഇത്. ഇപ്പോൾ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാ, TR ഒരു എലമെൻ്റാണ്, TH ഒരു എലമെൻ്റാണ്, TD ഒരു എലമെൻ്റാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ വേണ്ടത് TRനും THനും വേണം, TDക്കും വേണം എന്ത്, ലൈന്. എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം, ബോർഡർ 2px സോളിഡ് ബ്ലാക്ക്. ടാബിളും ജസ്റ്റ് ഇതിൻ്റെ കൂടെ കൊടുത്തോളൂ കേട്ടോ, ടാബിളിന് മൊത്തത്തിലും വേണം ആ രീതിയിൽ. പിന്നെ ദെൻ നമുക്ക് ബോർഡർ കൊളാപ്സ് കൊടുക്കാം. ബോർഡർ ഇതിൽ തന്നെ വരും, ബോർഡർ കൊളാപ്സ് ആയിട്ട് തന്നെ കൊടുക്കാം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് അത് വരുന്നുണ്ടോ എന്നൊന്ന് ആദ്യം ചെക്ക് ചെയ്താൽ പറ്റും. കണ്ടോ, ബോർഡർ വന്നത് കണ്ടോ. THനും നമ്മൾ ബോർഡർ കൊടുത്തു. TH എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡിങ്. ഈ ഹെഡിങ് ആണ് TH, മുകളിലത്തെ ഹെഡിങ് ഉണ്ടല്ലോ, ഇതാണ് TH, അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ കൊടുത്ത TH. ഓക്കെ, TD എന്താ, നമ്മൾ ഓരോ കൊടുത്ത ഡാറ്റകൾ, രാജു, റീന, രാഹുൽ, ഇതൊക്കെയാണ് TDയിൽ നമ്മൾ കൊടുത്തത്. അപ്പോൾ THനും TDക്കും നമുക്ക് ബോർഡർ വേണം, നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ, ദെൻ ബോർഡർ കൊളാപ്സ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡറുകളെല്ലാം കൊളാപ്സ് ആയിട്ട് നിൽക്കണം. സപ്പോസ് നമ്മളിവിടെ കൊളാപ്സിൻ്റെ പകരം സെപ്പറേറ്റ് എന്നാണ് കൊടുക്കുന്നത്, എന്താ ഡിഫറൻസ് വരിക, സെപ്പറേറ്റ് എന്ന് കൊടുത്താൽ എന്താ ഡിഫറൻസ് വരിക, കണ്ടോ, ബോർഡറുകൾ സെപ്പറേറ്റ് ആയിട്ട് അലൈൻ ചെയ്തു. ഈ മോഡൽ ചില ബില്ലുകളിലൊക്കെ ഇങ്ങനെ ആയിരിക്കും മോഡൽ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. അധിക ബില്ലിലും സെപ്പറേറ്റ് അല്ല, കൊളാപ്സ് ആയിട്ടായിരിക്കും നിൽക്കുക. ചിലപ്പോൾ നോ ബോർഡർ ആയിരിക്കും. കൊളാപ്സ് ആകുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, നോ ബോർഡർ കൊടുക്കുകയാണെങ്കിലോ, നണ്ണ് കൊടുക്കുകയാണെങ്കിലോ, ബോർഡർ കൊളാപ്സ് നണ്ണ് എന്നാണ് കൊടുക്കുക. നണ്ണ് എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. അപ്പോൾ എന്താ വരുന്നത്, സെപ്പറേറ്റ് ആൾ വരണ്ടേ. ബോർഡർ കൊളാപ്സ് ഒന്നും കൊടുക്കാതിരുന്നാൽ ബോർഡർ നണ്ണെന്ന് കൊടുക്കാം. അതാ നണ്ണ്, ബോർഡറിലാണ് നണ്ണ് കൊടുക്കേണ്ടത്, ബോർഡർ കൊളാപ്സിലല്ല. ബോർഡറിൽ നണ്ണ് കൊടുത്താൽ ബോർഡർ ഒന്നും ഉണ്ടാവില്ല, ചില ബില്ലുകളിൽ ബോർഡർ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ബോർഡർ ഉണ്ടായിക്കോട്ടെ. നമ്മളിപ്പോൾ ചെയ്തതിൽ ബോർഡർ Ctrl+Z അടിച്ചാൽ നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്തതൊക്കെ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റൂട്ടോ. അപ്പോൾ Ctrl+Z അടിച്ചിട്ടാണത് വീണ്ടും വന്നത്. കൊളാപ്സ് കൊടുത്തു, Ctrl+, ബോർഡർ കൊടുത്തു.
അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഈ ടി ഡി ടി എച്ച് ഒക്കെ ഒന്ന് സെൻറ്റർക്ക് എത്തണം. ടെസ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്താൽ കണ്ട ആ ഡാറ്റകളൊക്കെ എന്തായി, ഒന്ന് സെൻട്രലായിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ്. ടെസ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തപ്പോഴാണ് ഈ നെയിം ഏജ് ഒക്കെ കറക്റ്റായിട്ട് വന്നത്. കണ്ടോ? അപ്പോൾ ഈ ടെസ്റ്റ് അലൈൻ സെൻറ്റർ ഒഴിവാക്കിയാണ് നമ്മൾ എൻഡ് കൊടുക്കുകയാണെങ്കിലോ അത് എൻഡിക്ക് നിൽക്കും, കുറച്ച് എൻഡിക്കായിട്ട് അത് അലൈൻ ചെയ്ത് നിൽക്കും. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, ഏതാ വേണ്ടത്. നമ്മൾ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് സെൻറ്റർ കൊടുക്കാം. ഇതാണ് CSSൻ്റെ അഡ്വാൻറ്റേജ്. CSS എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. നമ്മൾ HTML ജസ്റ്റ് കണ്ടൻറ്റേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി മൊത്തം സ്റ്റൈൽ ചെയ്ത് നമ്മൾ ചെയ്യണത് CSS ആണ്. അപ്പോൾ CSSൽ നമ്മൾ ഇൻലൈനായിട്ട് ഒരു സ്റ്റൈൽ എഴുതി കൊടുത്തു, കളർ കൊടുത്തു, ഇൻറ്റേർണലായിട്ടും കൊടുത്തു. രണ്ടും നമ്മളിവിടെ പഠിച്ചു. ഇൻറ്റേർണലായിട്ട് അങ്ങനെ ഓരോ എലമെൻറ്റുകൾ പറഞ്ഞിട്ട് നമ്മൾ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റോ സ്പാൻ ആൻഡ് കോൾ സ്പാൻ. ഇപ്പം നമ്മളൊരു ബില്ല് കണ്ടിട്ടുണ്ടാവില്ലേ, ചില ഇൻവോയ്സുകളൊക്കെ അല്ലെങ്കിൽ ചില ടാബിൾസിലൊക്കെ 2 റോകൾ തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 കോളംസ് തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഡിഫറെൻ്റ് രീതിയിൽ ഒരു മോഡൽ കാണിച്ചു തരികയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടേബിൾ കാണിച്ചിടാം. ഈ ടേബിൾ കണ്ടോ, ഇതിൽ 2 റോകൾ തമ്മിൽ ഈ ശിവ എന്നുള്ളൊരു കംപ്ലീറ്റ് മെർജ് ചെയ്തിരിക്കുക, റാം എന്നുള്ളത്. അങ്ങനെ ഈ സെപ്പറേറ്റ് ഈ ഒരു മോഡലിൽ എങ്ങനെ നമ്മളിത് ക്രിയേറ്റ് ചെയ്യുക ടേബിൾ എന്നുള്ളത്.